അങ്ങനെ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നമ്മൾ കണ്ട കാഴ്ചകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, സൂര്യകാന്തി വർഷങ്ങളായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോളകൃഷിയാണ്. ചോളകൃഷി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ചോളം ഇങ്ങനെ നീണ്ടു വിശാലമായി കിടക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ വാഴക്കൃഷിയുണ്ട്, ബീറ്റ്റൂട്ട് കൃഷിയുണ്ട്, ഉള്ളി കൃഷിയുണ്ട്, പിന്നെന്താണ് സൂര്യകാന്തിയോടൊപ്പം തന്നെ ഈ കൃഷികളെല്ലാം ചെയ്യുന്ന വളരെ മനോഹരമായി കിടക്കുന്ന ഒരു പാടമാണിത്. നമ്മൾ സ്ഥിരം എല്ലാ വർഷവും വരുന്ന സ്ഥലത്താണ് വന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ സൂര്യകാന്തി വളരെ കുറച്ചേ ഉള്ളൂ. ഉള്ളത് ഭയങ്കര വലിയ പൂക്കളാണ്, കാണാൻ വളരെ മനോഹരമാണ്. അതോടൊപ്പം തന്നെ ചോളകൃഷിയും ഉള്ളിക്കൃഷിയും വാഴക്കൃഷിയും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും വന്ന് കാണണം. ഈ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് സൂര്യകാന്തി പൂക്കളുടെ പാടമുണ്ട്. ഇവിടെ ചുരണ്ടയിൽ പൂക്കൾ കുറവാണ്, പക്ഷേ ഉള്ള പൂക്കളെല്ലാം സൂപ്പറാണ്. ഓക്കെ, എൻ്റെ പിന്നിൽ കാണുന്നതാണ് ശിവൻകോവിൽ. സുരണ്ടയിൽ വന്നിട്ട് ശിവൻകോവിലിന് തൊട്ട് മുമ്പിലായിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ വഴിയെ പോയാൽ നമുക്ക് ഈ പറഞ്ഞ പാടത്ത് എത്താൻ പറ്റും. അവിടെ ഒരുപാട് കൃഷികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൃഷികളുണ്ട്. ആ കൃഷികളൊന്നും നശിപ്പിക്കരുത്. ആൾക്കാർ നോക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. അപ്പം അവർ നമ്മൾ എന്തെങ്കിലും അതിക്രമമായിട്ട് ചെയ്താൽ അവർ നമ്മളെ ഇറക്കി വിടും. അതുകൊണ്ട് വളരെ കരുതലോടെ വേണം വന്ന് ഏറ്റവും നന്നായിട്ട് കണ്ടു തിരിച്ചു പോവുക. സൂര്യകാന്തി കാണാൻ വന്നിട്ട് ഇത് കണ്ടിട്ട് പോകുന്ന ലക്ഷണമാകും. നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു സൂര്യകാന്തിയേക്കാൾ ഭയങ്കര രസമായിട്ട് ഇത് തോന്നുന്നുണ്ട് കേട്ടോ. സൂര്യകാന്തി അപ്പുറത്തായിരിക്കാം. എനിക്ക് തോന്നുന്നേ ഈ സൂര്യകാന്തിയേക്കാളും ഭയങ്കര രസം തോന്നും ഇത് കാണാൻ അല്ലേ. എല്ലാ പ്രാവശ്യവും വന്ന് നമ്മൾ ഇത് സൂര്യകാന്തി കണ്ടിട്ട് ഇത് നല്ല ഭംഗിയായിരിക്കും. തരാം. ഓക്കെ, സൂര്യകാന്തി ഞാൻ കേൾക്കാം. ഓക്കെ, ചോളം. ഓ, ഇത് ചോളമാ. നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കാണാൻ നോക്കി, ഇതിലൂടെ നോക്കിയേ അല്ലേ. വയസ്സായ ആളിനെയും കൂടെ കൂട്ടിക്കോട്ടെ. വടിയുടെ ഉപയോഗം പിന്നീടല്ല അറിയത്തുള്ളൂ. മമ്മി വടിയും പിടിച്ചു വരുന്നത് എന്തിനാന്നുള്ള കാര്യം പിന്നീടല്ല അറിയത്തുള്ളൂ. അത് ഞാൻ മനഃപൂർവ്വം ഇട്ടതാ. ഇത് മനഃപൂർവ്വം ഇട്ടതാ, സൂര്യകാന്തി കാണാൻ വരുന്നോണ്ട്. ഈ വാഴ കണ്ടോ എത്ര കലാപരമായിട്ടാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ അല്ലേ. കൊലച്ച് നിൽക്കുന്നതെന്ന് മാത്രമല്ല, എന്ത് രസമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് നോക്കി. ഒരു ഏത് റൂട്ടിൽ കൂടെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഭയങ്കര രസം. തമിഴ്നാട്ടിൽ വന്ന് ജീവിക്കണം. തമിഴ്നാട്ടുകാരെ കൊണ്ട് കെട്ടിക്കണം. അല്ലേ, നോക്ക് ഈ ഇതുണ്ടോ ഈ വാഴ നട്ടിൽ വെക്കുന്നത് എന്ത് രസമാണ്. പിന്നെ ഇതെന്തോ ഇത് കറിക്കായ അല്ലേ. കറിക്കായ. ഇതെന്താണ്? ബീറ്റ്റൂട്ട്. മനോഹരമായ ബീറ്റ്റൂട്ട് കൃഷി. എന്തോരം കാഴ്ചകളാണ്. ബീറ്റ്റൂട്ടിന്റെ തൊട്ടിപ്പുറത്ത് ഉള്ളി കൃഷി. ഇത് സവാളയല്ലേ, കൊച്ചുള്ളി. ബീറ്റ്റൂട്ട് കൃഷിയാണ്.
ഈ വടിയും കുത്തി പിടിച്ചു വരുന്നത് എൻ്റെ മമ്മിയാണ്. ഈ വടിയുടെ പിന്നിലൊരു കഥയുണ്ട്. ഞാനതൊരു ഓഗസ്റ്റ് 15 കഴിഞ്ഞ് എനിക്കത് പറയാൻ പറ്റും. ഏതായാലും ആ വടി കിട്ടിയത് കൊണ്ട് വളരെ ആശ്വാസമായി. മമ്മിക്കത് കുത്തി നടക്കാൻ പറ്റുന്നുണ്ട്. ആ വരമ്പിൽ കൂടെ വരുമ്പോഴേ അത് വളരെയധികം സഹായകമായിട്ടുണ്ട്. അങ്ങനെ നടന്ന് ചോളകൃഷിയും ബീറ്റ്റൂട്ട് കൃഷിയും പിന്നെന്തോ നമ്മൾ കണ്ടേ വാഴക്കൃഷി, പിന്നെ ഉള്ളി കൃഷി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ സൂര്യകാന്തി പാടത്ത് എത്തിയിരിക്കും. മനോഹരമായ കാഴ്ച. ഇത് ഈവനിങ് ആകുമ്പോഴത്തേന് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു സൂര്യനെ പോലെ തോന്നും. അസ്തമയ സൂര്യന്റെ സൗന്ദര്യം. എന്തോരം പൂക്കളാന്നേ. ഉണ്ട്. അവിടെ ഒരു കാവൽക്കാരൻ നിപ്പുണ്ട്. ഏത് നിമിഷവും നമ്മുടെ മേല് വഴക്ക് പറയാൻ സാധ്യതയുണ്ട്. വളരെ മനോഹരമായി നിൽക്കുന്ന ഒരു സൂര്യകാന്തി പാടം അല്ലയോ? സൂപ്പറാ, ഭയങ്കര രസമായിട്ടാണ്. അവിടെ കണ്ടതിനേക്കാൾ നല്ല പൂക്കളാണ്, ഫ്രഷ്, നല്ല വിരിഞ്ഞ് കാണാൻ നല്ല ഭംഗിയുള്ള സമയമാണ്. വടിയും കൊടയും ഒക്കെ ആയിട്ട് ഉണ്ടോ? എങ്ങനെയുണ്ടോ മീ? സൂപ്പർ അല്ലേ? ഇത് റോഡിൽ നിൽക്കുന്നതിനേക്കാൾ നല്ല പൂക്കൾ ഇതാണ്. റോഡിൽ അത്രയും ക്ലിയർ അല്ല. നല്ല പണി. അതുതാ മനോഹരമായ സൂര്യകാന്തി പാടം കണ്ടു. ദേ കണ്ടില്ലേ, സായാഹ്ന സൂര്യൻ ഇങ്ങനെ സൗന്ദര്യം കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ സൂര്യകാന്തികളെല്ലാം സായാഹ്നത്തിൽ നമസ്തേ പറഞ്ഞു നമ്മൾക്കൊപ്പം ഉണ്ട്. ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ചോളകൃഷി, ബീറ്റ്റൂട്ട് കൃഷി, വാഴക്കൃഷി, അങ്ങനെ നിരവധി ഉള്ളിക്കൃഷി ഉൾപ്പെടെ നിരവധി കാഴ്ചകളാണ് തമിഴ്നാട് ചുരണ്ടയിൽ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. എല്ലാവർക്കും വന്ന് കാണാനുള്ള അവസരമുണ്ട്. ഈ ജലസംഭരണിയിൽ നിന്നാണ് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ മനോഹരമായ ദൃശ്യം ചുരണ്ടയിൽ നിന്നാണ്. എന്ത് രസമാണ്. ആ സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു. അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് സൂര്യകാന്തിയേക്കാൾ ഉപരിയായിട്ട് ഈ ചോളകൃഷിയാണ്. ഭയങ്കര രസം അത് കാണാൻ വേണ്ടി. ഇത് കാണിക്കാം. എന്ത് രസമായിരിക്കുന്നില്ലേ? ഏക്കർ കണക്കിന് ചോളകൃഷി വളരെ മനോഹരമായിട്ട് അവർ അത് കൃഷി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വാഴക്കൃഷി, വളരെ അടുക്കും ചിട്ടയുമായിട്ട് വാഴ കൃഷി ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു ദൃശ്യം. ജലസേചനത്തിനുള്ള സൗകര്യം തൊട്ടടുത്ത് തന്നെയുണ്ട്. വളരെ മനോഹരമായിരിക്കും. എന്താ ഇതിൻ്റെ ആളാ? ഓക്കെ. ഇത് ചോളം ഇപ്പം കൃഷി ചെയ്തിട്ട് എത്ര നാളായി കാണും? ഇത് 90 ദിവസമായി. ഇത് എത്ര ദിവസമാകുമ്പോഴാണ് നമുക്ക് പാകമായിട്ട് കിട്ടുന്നത്? നമുക്ക് ഇത് ചോളം കൃഷി എടുക്കുന്നത് എത്ര നാൾ കഴിഞ്ഞിട്ടാ? 90 നാൾ. ഇപ്പം ഇത് നട്ടിട്ട് എത്ര നാളായി? 70. ഇനി ഒരു മാസത്തിനുള്ളിൽ ഇത് നമുക്ക് എടുക്കുക അല്ലേ? 10 ദിവസത്തിനുള്ളിൽ എടുക്കാം. ഓക്കെ.
ഇതിപ്പം 70 ദിവസത്തോളം ആയി ഇത് ചെയ്തിട്ട് 90 ദിവസമാണ് ഇതിന്റെ കാലാവധി. അപ്പൊ ഇനി ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് പാകമാകും. മില്ലറ്റ് ഓ എങ്ങനെ കിലോയ്ക്ക് എவ்வளோ വില വരും? 30 രൂപ. നമ്മുടെ ഇന്നൊക്കെ മേടിക്കുന്ന ரொம்ப വില ജാസ്തി വില. ഇവിടെ ഇപ്പൊ എന്നൊക്കെ കൃഷിയുണ്ട്? സൂര്യകാന്തി, വാഴ, പിന്നെ ചോളം, പിന്നെ ഉള്ളി, സവാള. പിന്നെ വാഴ വിളഞ്ഞതാണോ? ഇത് കറിക്കായാണോ അതോ പഴം ഓണത്തിന് ഇതെല്ലാം അങ്ങ് വരും കേരളത്തിലോട്ടല്ലേ? ഈ കൃഷി കംപ്ലീറ്റ് വരുന്ന കേരളത്തിൽ വരും. തലവിയുടെ കൃഷി ഇത് சோளம் வந்துக்கிட்டே இருக்கு. தலைவி இருக்கா? അങ്ങനെ സൂര്യകാന്തിപ്പൂവും ചോളകൃഷിയും ഉള്ളിക്കൃഷിയും ബീൻസും വാഴക്കൃഷിയും ഒക്കെ കണ്ട് ഒരു നല്ല ഞായറാഴ്ചയുടെ സായാഹ്നം ഒരുമിച്ച് കുടുംബത്തോടൊപ്പം ആഘോഷിച്ച് തിരികെ വീട്ടിലേക്ക്